നമസ്കാരം. പ്രസ്താവനകൾ ഇറക്കി ഇറക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ചാണ്ടി ഉമ്മന്റെ നീക്കങ്ങൾ കോൺഗ്രസിനെ ആകെ കൊല്ലാപ്പിലാക്കിയിരിക്കുകയാണ്. നേതാക്കളെ വെല്ലുവിളിച്ച് പരസ്യ പ്രസ്താവനകൾ ഇറക്കുകയും UDF തീരുമാനങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ചാണ്ടി ഉമ്മനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇതോടെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വന്നു. ചൊവ്വാഴ്ച ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ വിലക്ക് മറികടന്ന് ചാണ്ടി ഉമ്മൻ പങ്കെടുത്തതാണ് VD സതീശനൊപ്പമുള്ള നേതാക്കളെ കട്ടക്കലിപ്പിലാക്കിയിരിക്കുന്നത്. ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കരുത് എന്ന് UDF നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനാൽ തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്ന നേതാക്കളും MP മാരും MLA മാരും അതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. തുടർച്ചയായി അച്ചടക്ക ലംഘനം നടത്തുന്ന ആളാണ് ചാണ്ടി ഉമ്മനെന്നും ഉമ്മൻചാണ്ടിയുടെ മകനായത് കൊണ്ടാണ് ഇതുവരെ ക്ഷമിച്ചതെന്നും ഇനി അത് ഉണ്ടാകില്ലെന്നുമാണ് ഇവരുടെ നിലപാട്. ചാണ്ടി ഉമ്മന്റെ പരസ്യ പ്രസ്താവനകളിൽ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ ആവശ്യം. പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാ MLA മാർക്കും ചുമതല നൽകിയിട്ടും തന്നെ അവഗണിച്ചു എന്നാണ് ചാണ്ടി ഉമ്മന്റെ പരാതി. ഉമ്മൻചാണ്ടിയെ നിരന്തരം അപമാനിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെയും ചോദ്യം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ചാണ്ടി ഉമ്മനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. പരസ്യമായി ഇങ്ങനെ പാർട്ടി വിരുദ്ധത പറഞ്ഞിരുന്നാൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നത നാട്ടുകാർ മൊത്തം അറിയുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഭയമുണ്ട്. അതുകൊണ്ട് ഇനി വായ തുറക്കരുതെന്ന് സൈബർ വിഭാഗത്തെ കൊണ്ട് ചാണ്ടി ഉമ്മൻ നേതൃത്വം താക്കീതും കൊടുത്തു. ചാണ്ടി ഉമ്മന് വ്യക്തിപരമായ സംഭാവന നൽകി നേതാവായ ആളല്ലേ, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബൽ മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് സൈബർ ആക്രമണം നടത്തുന്നതും കോൺഗ്രസുകാർ എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയം. പാർട്ടിയുടെ മുകളിൽ പറക്കാൻ നോക്കിയാൽ പ്രവർത്തകർ വീട്ടിലിരുത്തും. ആവശ്യമില്ലാത്ത കമന്റുകൾ പറഞ്ഞ രമ്യ ഹരിദാസിനെ കെട്ടുകെട്ടിച്ചതുപോലെ മൂലക്കിരുത്തും. വായിട്ടരയ്ക്കാതെ ഒരിടത്തിരുന്നോളണം എന്നതടക്കമുള്ള ഭീഷണി കമന്റുകളും ചാണ്ടി ഉമ്മന്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട്. കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. മരിച്ച് 1.5 വർഷമായിട്ടും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുന്നില്ല. പിതാവിന്റെ പേര് പറഞ്ഞ് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ്. അധിക്ഷേപങ്ങൾ വേദനിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ ആക്രമണം തുടരുകയാണ്. പാർട്ടിയിൽ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസുകാരനായിരിക്കും. പാർട്ടി അനുസരിക്കുമെന്നെല്ലാമുള്ള തന്റെ നിലപാടും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഞങ്ങളുടെ നേതാവിനെ താഴ്ത്തിക്കെട്ടാൻ വേറെ ആരും വേണ്ട, ഞങ്ങൾ തന്നെ മതി എന്ന മുതിർന്ന നേതാക്കളുടെ നിലപാട് അഭിനന്ദനീയം തന്നെ. ഇതൊന്നും അങ്ങനെ മറ്റൊരു പാർട്ടിക്കും പറ്റുന്ന കാര്യമല്ല.